ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞെങ്കിലും ഞാൻ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. എന്താ പറയുക, ഈ ഓണത്തിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ. തിരുവോണ ദിവസം അതിരാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ കുളപ്പുള്ളിയിലുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നത് കേട്ടോ ഈ അമ്പലത്തിലേക്കൊന്ന് പോകാൻ. എന്താ പറയുക, അതിന് സത്യം പറഞ്ഞൊരു കഥ തന്നെയുണ്ട്, ഞങ്ങളുടെ 6 വർഷത്തെ ഒരു കഥ. ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൽ ഓണക്കോടി ഏട്ടൻ്റെ മാത്രമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഉടുപ്പാണ്. അത് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. കുഞ്ഞാറ്റിൻ്റെ ഓണക്കോടി എന്ന് തന്നെ പറയാൻ പുതിയതാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഡ്രസ്സ് കഴിഞ്ഞ വർഷത്തെയാണ്. പക്ഷേ ഇട്ട് വന്നപ്പോൾ 3 പേരും സെയിം കോസ്റ്റ്യൂമായി എന്നുള്ളതാണ്. രാവിലെ നേരത്തെ പോകുന്ന കാരണം സനുക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ 6 മണി ഒരു 6:15 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സനു കാണിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവളെ കൂട്ടാണ്ടാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ കുളപ്പുള്ളി പാലംകുളങ്ങര ശിവക്ഷേത്രമാണ് കേട്ടോ. എനിക്ക് ഈ അമ്പലത്തിലേക്ക് പോയപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, സത്യം പറഞ്ഞ സങ്കടവും സന്തോഷവും എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു അനുഭവമാണ് എനിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായത്. അതെന്താന്ന് വെച്ചാൽ 6 വർഷം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലമാണ് കേട്ടോ. അവിടെ അമ്പലത്തിൽ എത്തിയത് ഞാൻ ഏട്ടനോട് ചോദിച്ചൊരു ഡയലോഗാണ് കേട്ടോ. ഏട്ടന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഏട്ടൻ എന്നോട് എടുത്തുടനെ പറഞ്ഞത് എന്താ അറിയോ, ആ കഷ്ടകാലം പിടിച്ച ടൈമാണ് ഇത്ര ഓർക്കണത് ഇവിടെ വന്നപ്പോൾ. കറക്റ്റ് അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിയാണല്ലോ, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണാവല്ലേ നമുക്ക് അങ്ങനെ തോന്നിയതെന്ന്. പക്ഷെ അതൊക്കെ ചുമ്മയാണ് കേട്ടോ. ഞങ്ങൾ തമാശയ്ക്ക് മാത്രം പറഞ്ഞതാണ്. 2 പേർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അമ്പലത്തേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ഏട്ടൻ വരുന്ന ടൈമിൽ നമ്മൾ എന്തായാലും തിരുവോണത്തിന് ഉണ്ടാവില്ല, അങ്ങനെ വിചാരിച്ച് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അന്ന് രാവിലെ വന്നതാണ് കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ എന്താ അറിയില്ല, എനിക്ക് ഒരുപാട് വിഷമം തോന്നിയാലായാലും അതുപോലെ സന്തോഷം തോന്നിയാലും എനിക്കിങ്ങനെ ഈ അമ്പലത്തിലേക്ക് വരാനും അതുപോലെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാവും. ചിലപ്പോൾ രാവിലെ നീച്ച് കഴിഞ്ഞാലാവും ഗുരുവായൂർക്ക് പോകാമെന്ന് തീരുമാനിക്കുക. എനിക്ക് അങ്ങനെയാണ് അമ്പലങ്ങളിലേക്ക് പോകുകയെന്ന് വെച്ചാൽ. അല്ലാതെ കുറേ ദിവസം മുന്നേ, 1 മാസം മുന്നേ, ഒരാഴ്ച മുന്നേ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ട് അമ്പലങ്ങൾക്ക് ഞാൻ പൊതുവേ പോകാറില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ രാവിലെ ചോദിക്കുക, ഏട്ടൻ നമുക്കിന്ന്, ഏട്ടൻ ചിലപ്പോൾ വർക്കില്ലാത്ത സമയത്ത് പറയും ഇന്ന് പണിയില്ല, അപ്പോൾ ഞാൻ പറയും നമുക്ക് ഗുരുവായൂർക്ക് പോയാലോ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തീരുമാനിക്കാറുള്ളത്. പൊതുവെ ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഡ്രസ്സിൽ കുഞ്ഞാറ്റേനെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പൂജ ചെയ്യുന്ന തിരുമേനി ഞങ്ങളേനൊന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനെയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. സനക്കുട്ടിയുടെയും കുഞ്ഞാറ്റയുടെയും എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങിച്ച് പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ റൈറ്റിംഗ് പാഡ് അങ്ങനെ വിൽക്കണത് കണ്ടു കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഏട്ടൻ എന്താ പറഞ്ഞ നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഏട്ടൻ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങണത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങളിതാ വരുന്ന വഴിക്ക് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ യൂസിങ് ഒന്നും ഇല്ല. പക്ഷേ എന്നാൽ പോലും അവർക്കൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ, അവർക്കിത് കണ്ട് എന്തായാലും പഠിക്കാൻ തോന്നി, എഴുതാൻ തോന്നി, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 100 രൂപയാണ് കേട്ടോ അവർ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ മലയാളികളെ ചുരുക്കി ഏതുവരെ എത്തിക്കുന്ന അറിയാലോ. അവസാനം 300 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പോന്നു കേട്ടോ. ഒരുപാട് കളറുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടമായത് ഇതുപോലത്തെ ആ നീലൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് അവൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താ പറയുക ആംഗ്രി ബേഡ്സ്, അതുപോലെ ഡോറ ബുജി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവസാനം വാങ്ങിയത് ഇതാണ് കേട്ടോ. പിന്നെ അങ്ങനെ വരുന്ന വഴിക്ക് വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിരുന്നു. പുട്ടും പഴവും പപ്പടമൊക്കെ കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു. രാവിലത്തെ പ്രഭാത ഭക്ഷണം പഴമായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയ കാരണം പൂക്കളിടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടും പപ്പടമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പൂക്കളിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ഏട്ടൻ വരുമ്പോഴും ഒരു കിറ്റ് പൂവ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ അമ്മ വരുമ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 2 കവർത്തി നിറച്ച് പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതിനിടയിൽ നമ്മുടെ തലേ ദിവസത്തെ ഉത്രാട പരിപാടികളൊക്കെ ട്രോഫി കൊണ്ടുവന്ന് തരാൻ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ലാസ്റ്റ് കൊണ്ട് നല്ല പൊരിഞ്ഞ മഴയായ കാരണം നമുക്ക് ട്രോഫി ഒന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 എണ്ണത്തിൽ ജയിച്ച കാരണം 2 ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സനുക്കുട്ടി വിചാരിച്ചിരുന്നത് ഒന്ന് സനുവിനും ഒന്ന് അമ്മയ്ക്കൊന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഒന്ന് കുഞ്ഞാറ്റയ്ക്കും ഒന്ന് സനുവിൻ്റെ കയ്യിലും അണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് പൂക്കളിടുന്ന തിരക്കിലായിരുന്നു കേട്ടോ.
ഇത് കണ്ടില്ലേ, പൂക്കളിട്ടതിന് ഒരു കണക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുറ്റം നിറയെ പൂവായിരുന്നു. ഇതാ അവസാനം സനുവിൻ്റെയും കുഞ്ഞാറ്റിൻ്റെയും വരെ പൂക്കളുണ്ടായിരുന്നു. ഇനി പൂക്കളിട സ്ഥലം ഇല്ല എന്ന് പറയുന്നതാവും നല്ലത്. മുറ്റം നിറച്ച് പൂക്കളായിരുന്നു കേട്ടോ. ഒത്തിരി ഉള്ള കാരണം എവിടേക്ക് ഇട്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ ഇതാ സനുക്കുട്ടിയൊക്കെ നെയ്ച്ച് സുന്ദരി കുട്ടിയായി കുറേ റീൽസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചക്കായപ്പോഴേക്ക് രണ്ടുപേരും പൂക്കളൊക്കെ ആകെ നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് ഫുള്ള് പൂക്കളായിരുന്നു കേട്ടോ. ഫുള്ള് എല്ലാ സൈഡിലും വീടിൻ്റെ സൈഡിലൊക്കെ പൂക്കളം കൊണ്ട് നിരത്തിയെന്ന് തന്നെ പറയാം. ഉച്ചയ്ക്ക് ഇതേ ചോറൊക്കെ വിളമ്പുന്നതിന് മുന്നേ ഉണ്ട് കായവറുത്തുള്ള ശർക്കരപ്പേരിയൊക്കെ കൂട്ടിയിട്ട് രണ്ടാളും കഴിക്കുന്നേ. 10-11 മണി ആയപ്പോഴേക്കും ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റിക്ക് ഞാൻ ഇലയിൽ വിളമ്പിയിട്ട് പപ്പടും ചോറും മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അവിയൽ, പുളിയിഞ്ചി, കാളൻ, പപ്പടം, അച്ചാറ്, അങ്ങനെ ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും ഓണത്തിന് നമ്മൾ പാലട ഇവിടെ വാങ്ങുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു മാറ്റം വരുത്തി സൂചി ഗോതമ്പാണ് കേട്ടോ പായസം വെച്ചത്. ഡ്രസ്സ് ഓണക്കോടി കൊണ്ട് ഇത്തവണത്തെ ഓണം അടിപൊളിയായി. എല്ലാവരുടെ വകി ഓണക്കോടി ആയിരുന്നു കേട്ടോ ഇത്തവണ. അനിയൻ്റെയും മേമ്മയുടെയും അതൊക്കെ ഓണം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. എന്താ പറയുക, സാധാരണ ഒരു മാക്സി ആണെങ്കിലും നമുക്കത് ഓണത്തിന് എടുക്കുന്നത് ഓണക്കോടിയല്ലേ. ദൈവിന് 3 പേരും മേമ്മയുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സാനു കാണിച്ച് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇവർ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഓണത്തിന് മുന്നേ തന്നെ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഒരുപാട് എടുത്തു കൂട്ടിയ വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തേലൊക്കെ ഒന്ന് കഴിക്കണം. എന്താ പറയുക, പേരിന് മാത്രം നിങ്ങൾ പറയാതെ. മേമ കണ്ടില്ലേ, മേമയ്ക്കൊന്നും ഷേക്ക് വേണ്ടാണ്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടാണ് എടുത്തത്. എനിക്ക് ഷാർജ ഷേക്കും, ഒരാൾക്ക് ചിക്കു, ഒരാൾക്ക് സ്ട്രോബെറി ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എല്ലാത്തൊന്നും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഷാർജ തന്നെയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഷേക്കൊക്കെ കുടിച്ച് നമ്മൾ നേരെ കയറിയത് സനുക്കുട്ടിക്ക് പാർസൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞാറ്റിക്ക് ഇതേ ഞാൻ 2-3 ദിവസം മുന്നേ പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സനുവിനെയും ഓണക്കോടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൈസ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം അതിന് പകരം ഞാൻ ഡ്രസ്സ് എടുക്കാതെ അവൾക്ക് പാർസലാണ് എടുത്ത് കൊടുക്കണത്. പാർസൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുതുരുത്തിയിലുള്ള തൃശ്ശൂർ ഫാഷൻ ജ്വല്ലേഴ്സിലേക്കാണ് വന്നത്. അടിപൊളി സെലക്ഷനുകളിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി സെലക്ഷനുകളുണ്ടായിരുന്നു. മുന്നേയും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നത്. സനുവിന് ഇതിന് മുന്നത്തെ പാർസൽ ഫുള്ള് ചിലങ്കടയായിരുന്നു. അപ്പോൾ ഞാനത് എന്തായാലും ചേഞ്ച് ചെയ്ത് ചിലങ്കട എടുക്കണില്ല എന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനത്തെ 2 ടൈപ്പാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 പാർസലും കാണാനും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിലൊരുപാട് കളർ ചേഞ്ചുകൾ ഇങ്ങനെ വന്ന കാരണം അത് അതിൻ്റേതായ രസമുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ഫുള്ള് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അതും രണ്ടിൻ്റേതായ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞങ്ങൾ അവസാനം സെലക്ട് ചെയ്തത് ഇങ്ങനത്തെ ഒരു പാർസലായിരുന്നു കേട്ടോ. എന്താ ഇതിന് പറയുക, മുന്തിരിക്കോലാണോ അതോ വേറെ എന്തെങ്കിലും പേര് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ ഈ പാർസലാണ് കേട്ടോ വാങ്ങിയത്. ഇത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ് കേട്ടോ, വീടിനടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ സനുവിനെ അടിച്ച് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ പാർസലൊക്കെ വാങ്ങിച്ച സന്തോഷത്തിൽ നേരെ വീട്ടിലേക്ക് പോന്നു. ഈ ഒരു തിരുവോണം എല്ലാവർക്കും കോൾ അടിച്ചു എന്ന് പറയും. എനിക്കാണെങ്കിൽ ഡ്രസ്സ് കൊണ്ട്, നമ്മുടെ കുഞ്ഞാറ്റിക്കാണെങ്കിൽ പാർസലും, സനുവിനാണെങ്കിൽ പാർസലും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.